ഞാനും ഇങ്ങനെ ആലോചിക്കുകയാണ് വന്യജീവികളുടെ ആക്രമണം നമ്മുടെ ജനവാസ മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ ഈ മലയോര പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ വന്യജീവികൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിരിക്കണം. അതെന്താ കാരണം എന്ന് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ഒരു കാരണമൊന്നും കാണില്ല. മനുഷ്യൻ മുമ്പൊക്കെ കാട്ടിലേക്ക് കയറിയിട്ട് മരം മുറിച്ചിരുന്നു, മുള, ഈറ്റ അതൊക്കെ വെട്ടിയിരുന്നു, ഓട, പിന്നെ തേൻ ശേഖരിക്കാൻ പോയിരുന്നു, വിറക് കൊണ്ടുവരാൻ പോയിരുന്നു, മൃഗങ്ങളെ വേട്ടയാടാൻ പോയിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വളരെ കൺട്രോൾഡായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ ഒരു മനുഷ്യൻ വനത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ അപ്പം മൃഗങ്ങൾ പിന്നെ എന്തിനാണ് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും കാട്ടിൽ തന്നെ ഉണ്ട്. ആനയ്ക്കാണെങ്കിലും ധാരാളം മുള ഉണ്ടായാലും മുളയൊന്നും മുറിക്കണില്ല. അങ്ങനെയുള്ള മരങ്ങൾ, പുല്ല്, ചെടികൾ എല്ലാം കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. പ്ലാവുകളൊക്കെ ധാരാളം ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, കാട്ടിൽ പോകുമ്പോൾ കാണാറുണ്ട്. ചക്ക, മാങ്ങ, ഇതൊക്കെ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവർ പുറത്തേക്ക് വരണത്? ഇപ്പം മനുഷ്യനോട് വന്നിട്ട് മനുഷ്യ എന്നെ ആക്രമിക്കൂ, ഞങ്ങളെ ആക്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരിക, അതും അറിയില്ല. അല്ല, ഇതിനൊരു കാരണമുണ്ട്. ഞാൻ എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു ഉത്തരമുണ്ട്. ഇതിൻ്റെ ഉത്തരമാണ് ശരിക്ക്. അത് ഞാൻ അടുത്തൊരു